ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോണത് വൺ ബ്ലോക്കാണ്. അപ്പോൾ അതെങ്ങനെ കളിക്കേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും വൺ ബ്ലോക്കിൻ്റെ. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ വൺ ബ്ലോക്കിൻ്റെ ഫയൽ ഇവിടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യരുത്. സെർച്ച് കൊടുത്തിട്ട് വൺ ബ്ലോക്ക് എന്ന് സെർച്ച് ചെയ്യുക. അതാ വൺ ബ്ലോക്ക് സെർച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഫയലിന്മേൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ എന്നാക്കിയ അപ്പോൾ മൈൻക്രാഫ്റ്റ് നമ്മൾ സെർച്ച് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഡയറക്റ്റ് അതിന് പോയിട്ട് ക്ലിക്ക് ചെയ്യരുത്. അപ്പോൾ ആ ഫയലിൻ്റെ ഉള്ളിലേക്കാണ് പോവുക. അപ്പോൾ വൺ ബ്ലോക്ക് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മൾ ആ വേൾഡ് മൈൻക്രാഫ്റ്റിലേക്ക് ഇമ്പോർട്ട് ആവും. ഇനി നമുക്ക് മൈൻക്രാഫ്റ്റിൽ നിന്ന് വൺ ബ്ലോക്ക് കളിക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ വേൾഡ് ഇമ്പോർട്ട് സ്റ്റാർട്ടഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ പ്ലേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ ഇവിടെ ആ വേൾഡ് കാണാൻ പറ്റും. ഇനി നമ്മൾ ആ വേൾഡ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വൺ ബ്ലോക്ക് കളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഹലോ ഗൈസ്, വൺ ബ്ലോക്ക് സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വൺ ബ്ലോക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ലെറ്റ്സ് പ്ലേ സീരീസ് ഹാർഡ് കോർ സീരീസും വൺ ബ്ലോക്കും മുന്നോട്ട് പോകണമെന്നാണ്. അപ്പോൾ നമ്മൾ വൺ ബ്ലോക്ക് സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണിത്. അപ്പോൾ നമുക്ക് ഈ സീരീസ് നല്ലപോലെ മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് സീരീസിലോട്ട് കിടക്കാം, ഈ ആദ്യത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം. അപ്പോൾ ഇവിടെ ഞാൻ വേൾഡ് കയറിയപ്പോൾ ഇത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഗൈസ് ഇവിടെ വൺ ബ്ലോക്ക് ഗൈസ് ഇവിടെ ഒരു പാർക്കോർ ഉണ്ട്. ഇതൊന്ന് വെറുതെ കംപ്ലീറ്റ് ചെയ്യാം. അയ്യോ, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടേ അടങ്ങുള്ളൂ. ഓക്കെ, ഞാൻ അത്ര വലിയ അടിപൊളി പ്ലെയറൊന്നുമില്ല. അത് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കുറച്ചുകൊണ്ട് എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, സമയങ്ങൾക്ക് ശേഷം നമ്മൾ ഈ പാർക്കോറിൻ്റെ എല്ലാ ഭാഗവും എത്തിയിരിക്കുന്നു. ഇനി ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്, ഒരു ബട്ടനുണ്ട്. ഈ ബട്ടൺ അമർത്തി നമ്മൾ മെയിൻ ഐലൻഡിലേക്ക് പോകും. അപ്പം നമുക്ക് ഈ ചെസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. ഇതിൽ കുറച്ച് ഗോൾഡൻ ക്യാരറ്റ് ഉണ്ട്, ഒരു 2 ഗോൾഡൻ ആപ്പിള്, എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിള്, പംകിൻ പൈ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങോട്ടാണ് വന്നത്. ഇതാണ് മെയിൻ ഐലൻഡ്. സാറില്ല, നമുക്ക് ഇവിടെ വന്നാലാണ് വൺ ബ്ലോക്കിൻ്റെ സ്ഥലത്ത് എത്തുക. ഗോൾഡൻ ആപ്പിളും ഒക്കെ പോയി. എന്തായാലും സാറില്ല, നമ്മുടെ വൺ ബ്ലോക്ക് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ബ്രേക്ക് ദ ബ്ലോക്ക് ബിലോ യു. അപ്പം നമുക്ക് വൺ ബ്ലോക്കിലെ ആദ്യത്തെ ബ്ലോക്ക് കൊണ്ട് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ ബ്ലോക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ദ ബ്ലോക്ക് വിൽ റീജനറേറ്റ്. ബ്ലോക്ക് വീണ്ടും വീണ്ടും റീജനറേറ്റ് ആവും. ഇത് ഇൻഫിനിറ്റ് ബ്ലോക്കാണ്. ബ്ലോക്ക് ഇടക്കിടക്ക് ഇമ്പ്രൂവ് ആവും. ചെസ്റ്റിൽ എന്തോ ഉണ്ട്, 5 ആപ്പിള്. അപ്പോൾ ഫുഡ് സെറ്റായി. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ബുക്കാ തോന്നുന്നത്. എൻലാർജ് യുവർ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോം എക്സ്റ്റെൻഡ് ചെയ്യാനാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 16 ലെവലുണ്ട്. ഈച്ച് ലെവൽ ഹാസ് എ തീം. ഈ സൈഡിൽ എഴുതി കാണിക്കുന്നുണ്ട് ഓരോ ലെവലുകൾ. സ്നോവി, ഇതിലിപ്പോൾ പെയിൽ ഗാർഡൻ ഒക്കെ ഉണ്ട്. പ്ലെയിൻസ്, ഇപ്പോൾ പ്ലെയിൻസ് ആട്ടോ. മോപ്സ് ആൻഡ് ബ്ലോക്ക് സ്പോൺ. ഇതിലിടക്ക് മോപ്സൊക്കെ ബ്ലോക്കൊക്കെ സ്പോൺ ആവും. യു ക്യാൻ ഈവൻ എൻ്റർ അതർ ഡിമെൻഷൻ. റെഡി ഫോർ ആൻ അഡ്വഞ്ചർ. യെസ്, ഞാൻ റെഡിയാണ്. ഓക്കെ, എൻജോയ്. ഓക്കെ, പ്ലെയിൻസ് ബയോം. ഇപ്പോൾ പ്ലെയിൻസ് ആണ്, ആദ്യത്തെ ലെവൽ പ്ലെയിൻസ് ആണ്. അപ്പം നമുക്കിനി പ്ലെയിൻസിൽ കുറച്ച് കളിക്കാം. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒരു സർക്കിൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു സർക്കിൾ ഒരു ഐലൻഡ് അങ്ങനെ കുറേ സർക്കിളിൻ്റെ ഐലൻഡ് ഉണ്ടാക്കണം. എന്നിട്ട് അവിടെ ഓരോരോ ഫാമും കാര്യങ്ങളൊക്കെ ചെയ്യണം.
അതാണ് എൻ്റെ ഐഡിയ. അപ്പോൾ നമുക്ക് ഈ ബേസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7. ഞാൻ 10 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ഗൈസ്, ഞാൻ മൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബോൺ ബ്ലോക്ക് കിട്ടി. അപ്പോൾ അത് മൈൻ ചെയ്യാൻ എനിക്ക് പിക്കാക്സ് വേണം. അപ്പോൾ ഞാനൊരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, നമുക്കിത് മൈൻ ചെയ്തെടുക്കാം. നമുക്ക് ഈ ഐറ്റംസൊക്കെ ഒന്ന് ചെസ്റ്റിൽ വെക്കാം. പിക്കാക്സ് ഷവലും മാത്രം നമ്മുടെ കയ്യിരിക്കട്ടെ. ഗൈസ്, ഒരു ചെസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇന്ന് ലക്കാണ്. നമുക്ക് 14 ബ്രെഡും 8 ബേക്ക്ഡ് പൊട്ടാറ്റോയും ഒരു സ്പ്രൂസിൻ്റെ സാപ്ലിങ്ങും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ബ്രെഡും ഇതൊക്കെ അങ്ങോട്ട് വെക്കാം. ഈ പൊട്ടാറ്റോ മാത്രം നമ്മുടെ കയ്യിൽ ഇരുന്നോട്ടെ. ബാക്കിയുള്ള ഐറ്റംസൊക്കെ അങ്ങോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ഡേർട്ട് വെച്ച് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10. നമുക്കതിനെ 10 ഗ്യാപ്പ് 10 ബ്ലോക്ക് ഇതാണ് 4 സൈഡിലേക്ക് ആക്കേണ്ടത്. ആ സൈഡിലേക്ക് എത്തണേ 10 അതിൻ്റെ ഒപ്പം. ഓക്കെ, ഇനി നമുക്ക് സർക്കിൾ വരക്കണം. അത് എങ്ങനെ അങ്ങനെ കുറേ നേരം ഞാൻ മൈൻ ചെയ്തു. പിന്നെ എനിക്ക് ഒരു സർക്കിളെല്ലാം ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള ഔട്ട്ലൈന് വരക്കണം. സർക്കിളൊക്കെ ഒരു ട്രയാങ്കിൾ പോലെ ആക്കിയാൽ മതി. ട്രയാങ്കിൾ ഭയങ്കര പറയുമല്ലോ, അങ്ങനെ ആക്കിയാൽ മതി. അത് മതി, ആ ഷേപ്പ് മതി. ഇതാണല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് വുഡ് എടുക്കാം. ഈ വുഡ് നമുക്ക് വെക്കാം. ഓക്കെ, നമുക്ക് ഇത് കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇവിടെ അതൊക്കെ നമുക്ക് സ്ലാബ് ആക്കാം. ഓക്കെ, നമ്മൾ സ്ലാബ് ആക്കിണ്ട്. നമുക്ക് ഔട്ട്ലൈൻ കൊണ്ട് വരക്കാം. നമ്മുടെ ഇന്നത്തെ ഗോൾ എന്താന്ന് പറഞ്ഞില്ലല്ലോ. നമ്മുടെ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഈ സർക്കിളും കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഈ പ്ലെയിൻസ് എന്ന് പറഞ്ഞ ഈ ലെവലും കംപ്ലീറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഗോള്. നമുക്ക് ആദ്യം ഈ സർക്കിളിൻ്റെ ഒരു ഔട്ട്ലൈൻ വരക്കാം. ഈ ഭാഗത്തും ഇവിടെ ഒരെണ്ണം വെച്ചിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് 2 വീതം വെച്ചിട്ടുണ്ട്. ഇവിടെ സ്പീഡിൽ ഓടുമ്പോൾ ഒരു പേടിയുണ്ട്. ഇന്നലെ ഓടുന്നേ. അതേപോലെ 4 സൈഡിലും ആക്കാം. ഇങ്ങനെ വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെക്കുക. നമുക്ക് ആ സൈഡിലും കൂടി വെക്കണം. ബ്ലോക്കിൻ്റെ ഇതിൽ കൂടെ നടക്കുമ്പോൾ ഒരു പേടിയുണ്ട്. അങ്ങോട്ട് 2 അങ്ങോട്ടും 2. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക? ഇങ്ങനെ വെക്കുക. ഇങ്ങനെ 2 കുറച്ചുകൂടി ഡേർട്ട് വേണം. ഗൈസ്, ഇത് ഏകദേശം ഒരു സർക്കിൾ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ മതി നമുക്ക്. അപ്പം നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ലെവൽ ഞാൻ എങ്ങനെയും ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ ലെവലാണെങ്കിൽ കുറേ ഉണ്ട്. ഗൈസ്, ഒരു സ്പെഷ്യൽ ബാരൽ വന്നിട്ടുണ്ട്. ഇതിലെന്താണാവോ, നല്ല ഹാർട്ടിൻ്റെ പാർട്ടിക്കിൾ വരുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 5 ഗോൾഡൻ ക്യാരറ്റ്, 6 ബോൺ മീല്, 5 പംകിൻ പൈ, 10 സ്റ്റോണ്, 1 വാട്ടർ ബക്കറ്റ്. ഈ ഐറ്റംസ് നമ്മൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഈ വാട്ടർ ബക്കറ്റ്. ഇനി ഡേർട്ടൊന്നും കൂടെ വെക്കട്ടെ. ഈ പേരലങ്ങ് പൊട്ടിക്കാം. ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചു, അതിനെ കാണാനല്ലേ ക്യൂട്ടില്ലേ? ഇത് പോണൊക്കെ എന്ത് രസമാണ് കാണാൻ. ഇതിവിടെ നിന്ന് പോവാതിരുന്നാൽ മതിയായിരുന്നേ. രസമുണ്ട് കാണാൻ. ആക്ഷൻ സ്റ്റഫ് ഇട്ടാൽ ചിലപ്പോൾ ഇതിന് കുറേ ആനിമേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ തന്നെ അടിപൊളിയാവും.
നമുക്കത് പിന്നെ നോക്കാം. ഇനി ഈ ഐലൻഡ് ഈ സർക്കിളൊന്ന് ഡേർട്ട് വെച്ച് ഫുള്ളാക്കണം. എന്താ വെച്ചാൽ എന്നെ നോക്കണ്. പോയി പണി നോക്ക്. ഗൈസ് ഒരു ചെസ്റ്റ് ഇട്ടിട്ടുണ്ട്, തുറന്നു നോക്കാം. കുറച്ച് സീഡ്, 6 ടോർച്ച്, ബീട്രൂട്ട് സീഡ്, പിന്നെ ബ്രിച്ചിൻ്റെ സാപ്ലിങ്, പിന്നെ പംകിൻ സീഡ്. നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ലൈറ്റ് ചെയ്തിടല്ലേ. ഇതായിട്ട് കുറച്ചുകൂടി ഉണ്ട് ഫില്ലാക്കി കൊടുക്കാം. ഓക്കെ, നമുക്കൊരു ഹോൾ ഉണ്ടാക്കാം. എന്നിട്ട് ആ ഡേർട്ട് മൊത്തം ഒന്ന് റൂട്ടഡ് ഡേർട്ടേ അതൊന്ന് നമുക്ക് ശരിയാക്കി എടുക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ കിട്ടുന്നുണ്ട്, അത് അടിക്ക് പോകണുണ്ട് ഉണ്ടോ. ടോർച്ച് പോടാണ്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫുള്ള് റൂട്ടഡ് ഡേർട്ട് ഞാൻ ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒക്കെ സാധാ ഡേർട്ടുണ്ട്. ഈ ഡേർട്ടൊക്കെ ഒന്ന് മൈൻ ചെയ്തെടുക്കാം. ഈ ലെവല് കംപ്ലീറ്റ് ആവുകയാണ്, സർക്കിളും കംപ്ലീറ്റ് ആവണം. അതാണ് നമ്മുടെ ഈ ആദ്യത്തെ എപ്പിസോഡിൻ്റെ ഗോള്. കുറച്ച് നേരം കൊണ്ട് തന്നെ ഈ മരം കൊണ്ട് വളർന്ന് സ്ക്രൂ എടുക്കന്നെ. ജസ്റ്റ് ആണ്ട് എടുത്ത ബ്രേക്ക് ചെയ്താൽ ഇതൊക്കെ വരൂലേ? വരും. ഓക്കെ, ഇൻവെൻട്രി ഇപ്പോൾ തന്നെ ഫില്ലായി. ഇതിവിടെ വെച്ചാൽ മതി. ഓക്കെ, ഇവിടെ കണ്ട് വെക്കാം. ഫ്ലവർ ഉണ്ടോ? ഫ്ലവർ ഉണ്ടോന്നോ? ഫ്ലവറേ ഉള്ളൂലേ. എന്തേലും ഇതൊക്കെ ഞാൻ ചെസ്റ്റിലൊന്ന് ആക്കിയോട്ടെ. ഞങ്ങളെ അപ്ഡേറ്റ് ഇവിടെ ഒന്ന് സെറ്റാക്കാം. അതിന് ഇവര് സമ്മതിക്കില്ല. ഒരാൾ പോയി. വെറുതെ ശല്യം ചെയ്തിട്ടല്ലേ. പോവേണ്ടവർ അങ്ങനെ പോകും. ഇവിടെ പൂവൊക്കെ വന്നപ്പോൾ കുറച്ച് കളർഫുൾ ആയില്ലേ, സെറ്റായി. ഗൈസ് അങ്ങനെ കുറേ നേരം മൈൻ ചെയ്തപ്പോൾ നമുക്കൊരു ചെസ്റ്റ് കിട്ടി. നമുക്കിതൊന്ന് തുറന്നു നോക്കാം, ഭാഗ്യം എന്തെങ്കിലും ഉണ്ടാവണേ. ഭാഗ്യം തന്നെ ഉള്ളൂ. ഇത് നോക്ക് ഗൈസ്, എത്ര വുഡാ നോക്ക്. അതിന് മുമ്പ് ഇത് എത്ര ഉണ്ടെന്ന് അറിയാൻ ഞാൻ എൻ്റെ കയ്യിലുള്ള വുഡൊന്ന് എടുത്തു വെക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അയ്യോ, ഈ ചെസ്റ്റ് ഇല്ല, ഈ ചെസ്റ്റ്. 60 ബ്രിച്ച് വുഡും 60 ഓക്ക് വുഡും 63 ബ്രിച്ചിൻ്റെയും ഓക്കിൻ്റെയും ലീവ്സും ഒരു ബ്രിച്ച് സാപ്ലിങ്ങും. നല്ലൊരു ലൂട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഞാൻ അത്ഭുതമായിട്ട് എന്തെങ്കിലും കിട്ടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ബെഡ്റോക്ക് വന്നിട്ടുണ്ട്. ഇവിടെ അപ്ഗ്രേഡിങ് കാണിക്കുന്നുണ്ട്. അതിനർത്ഥം ഇനി നമ്മൾ അടുത്ത ലെവലിലേക്ക് ആവുകയാണെന്നാണ് തോന്നുന്നത്. അതാണ് ഇങ്ങനെ. പൈസ കൊണ്ടൊക്കെ ഇവിടെ വരാൻ ശല്യം നല്ലോണം കിട്ടും. നമ്മൾ ഈ സർക്കിൾ കംപ്ലീറ്റ് ആക്കിയില്ല, നമുക്ക് കംപ്ലീറ്റ് ആക്കാം. എന്തായാലും നമുക്ക് അടുത്ത ലെവലാവാൻ നോക്കാം. അടുത്ത ലെവലുമായി ഈ സർക്കിളും കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അങ്ങ് നിർത്താം. എന്നിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു സർക്കിൾ ഉണ്ടാക്കി അവിടെ ഒരു വുഡ് ഫാം തുടങ്ങാം. ഓക്കെ ഗൈസ്, അടുത്ത ആരെന്നടിച്ച്? അയ്യോ വരില്ല, പോടാ അടിക്കല്ലേ പോടാ. ഐറ്റംസ് പോരുത്. ഐറ്റംസ് ഇവിടെ റീസ്പോണായി. അയ്യോ മൈ ഐറ്റംസ്. ഞാൻ റീസ്പോൺ സെറ്റ് ചെയ്യാത്ത കാരണം. പോടാ എൻ്റെ ഐറ്റംസൊക്കെ പോയോ ചമാരെ? എന്താ അറിയില്ല എങ്ങനെ അവിടെ സ്കെൽറ്റാ വന്ന്. ഇനി അണ്ടർഗ്രൗണ്ട് ആയിട്ടാണാവോ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. കുറേ ഡേർട്ട് ഉണ്ടായിരുന്നു അവിടെ. ഡേർട്ട് ഉണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്തായാലും ഈ ലെവൽ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഈ പ്ലെയിൻസ് എന്ന് പറഞ്ഞ ലെവല് നമുക്ക് ഈ സർക്കിളും കൂടി കണ്ട് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഗോൾ കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് ഈ മരം മൊത്തം മുറിക്കണം. മരം ഇപ്പോൾ ഞാൻ മുറിക്കണില്ല,
നമുക്ക് നമ്മുടെ ഗോളങ്ങ് കംപ്ലീറ്റ് ആക്കാം. എന്നിട്ട് നമുക്ക് ഈ എപ്പിസോഡ് കണ്ട് നിർത്താം. ഈ പശു ഭാഗത്തിന് റൂട്ടിട്ടുണ്ടായിരുന്നു. ഒരു ലെക്കായി. നമ്മുടെ ഉണ്ടായിരുന്നല്ലേ അവിടെ. കുറേ ഐറ്റംസ് വെറുതെ പോയി എന്നാ തോന്നുന്നു. എന്താ സാറില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.